അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാമിലെ, എടാ ആ പെട്ടി പൊളിക്ക്. എന്താ ഇത്? ആ വലിയൊരു പെട്ടി എവിടേക്ക് കൊണ്ടാ നിൽക്കണത്? എളാമയുടെ ആ ഒരു ഗർജനം കേട്ട് ഷാമിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്തു കാണിച്ചില്ല. അവൻ അവരെ നോക്കി. എന്താ ഷാമിൽ നോക്കി നിൽക്കണ്? ഇവ പെണ്ണ് കണ്ടു വന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തിരക്ക്, ആ പെണ്ണിനുള്ള സാധനങ്ങൾ അവരെ വീട്ടിലേക്കുള്ള ഒക്കെ വേണ്ടി വരൂലേ? ഇത്രയും വലിയൊരു കാർഗോ അയച്ചിട്ട് ഉമ്മ, അത് ഞാൻ അയച്ചതല്ലല്ലോ. പിന്നെ പിന്നെ എങ്ങനെ നിന്റെ പേർക്ക് വരും? ഉമ്മ, ഞാൻ കൊണ്ടുവന്ന കാർഗ വലിയ 2 പെട്ടി, അത് എളാമ്മയുടെ അരികിലാണ് അല്ലേ. പിന്നെ അതിലുള്ള സാധനങ്ങളും നിങ്ങൾ തന്നെ ഒക്കെ മാനേജ് ചെയ്തു. അതിൽ ആർക്കൊക്കെ ഉള്ളത് ഞാൻ വെച്ചിരുന്നോ? ഓ, അത് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ ഞാനല്ലാതെ പിന്നെ ആരോടെ മാനേജ് ചെയ്യുക? ഞാൻ എൻ്റെ ഉമ്മയല്ലേ. അത് ഈ മറന്നോ? ഈളാമ്മയുടെ ആ ഒരു സംസാരം കേട്ട് അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഉപ്പ, മോനെ മോനെ. ആ ഉപ്പ. എന്തുപ്പ? ഉപ്പാൻ്റെ കുട്ടി എന്താ അവിടെ വലിയ ഒച്ചപ്പാട് അവിടെ കേൾക്കണ്? ഉപ്പ, ഒന്നുമില്ലപ്പാ. കുഞ്ഞോൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരുന്നു. അതൊന്നും എളാമ തൊടാനൊന്നും സമ്മതിച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരു കാർഗോ അതെൻ്റെ അറബിച്ച് അയച്ചതാണ് അവിടുന്ന്. അതിൽ കുഞ്ഞോളുടെ പേരും എഴുതിയിരിക്കണ്. പിന്നെ ഇപ്പം നമ്മളെ എങ്ങനെ ഉപ്പാ അത് ശരിയാക്കുക? അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാടുണ്ടോ? ഇത് കുഞ്ഞോൾക്ക് ഉള്ളതാണെന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ടേ. അതെ, നമ്മളത് ചെയ്യുന്നത് ശരിയാണ് ഉപ്പ. ആ ആ. ഓ, അതെന്താ? എന്നാ അങ്ങനെ വെച്ചാൽ എത്തിച്ചാളാ ഉപ്പ. അതിന് എളാമ്മ സമ്മതിക്കുന്നില്ല. ഉപ്പ, അതാ എളാമ്മ. എടി എടി സുലൈഖ, ഇവിടെ വന്നാജ്. എന്താ മനുഷ്യ? ഹോ, അവിടെ 100 കൂട്ടം പണി കിടക്കുന്നുണ്ട്, അപ്പോഴാണ് നിങ്ങൾ വിളിച്ചെടുത്തണ്. ഇജ എന്താ അവിടെ ഒച്ചപ്പാടുണ്ടാക്കണ്? അത് ആർക്കാന്ന് വെച്ചാൽ ആ പേര് എഴുതി അവൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ അത്. അല്ലാതെ നമ്മളൊക്കെ എടുക്കാൻ പാടുണ്ടത്? നമുക്കത് ഹലാലാവുമോ? എന്താ എനിക്ക് തീരെ ഒരു ബുദ്ധിയില്ലേ? അതെ, നിങ്ങളവിടെ മൂലക്കിൽ മുണ്ടാതെ അവിടെ കുത്തിരുന്നോളി. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കപ്പോൾ ഞാനുണ്ട്. അത് ഹലാലോ ഹറാമോ എന്നൊക്കെ എനിക്കറിയാം. അത് എൻ്റെ മോൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്കതിൽ കുറച്ച് അവകാശമുണ്ട്. മോൻ കൊണ്ടുവന്നതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ അല്ലേ? അത് മോൻ കൊണ്ടുവന്നല്ലോ. അത് ഓൻ്റെ അറബിച്ച് അയച്ചതെന്നാണ് പറഞ്ഞത്. ഏ, അറബിച്ച് അയച്ചാലും ഇല്ലെങ്കിലും കുഞ്ഞോളെ പേരമ്മ എഴുതിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ തന്നെയായാലും കുഞ്ഞോളും എൻ്റെ മോളെന്നല്ലേ. ഞാൻ കണ്ട് ഓൾക്ക് കണ്ടാൽ പോരെ. എന്താ ഇപ്പം ഇത്ര ധൃതി? അത് തൊടണ്ടട്ടാ, തൊട്ടാ അത് പൊള്ളും. അതാ മക്കൾക്കും ഓൾക്കും ഉള്ളാണ്. അയച്ച് വെറുതെ കഴിക്കലാന്നൊക്കെ നോക്കണ്ട. നിങ്ങളൊന്ന് പൊയ്ക്കാണി അവിടുന്ന്. ഓ, എന്നെ ഉപദേശിക്കാൻ വന്നിക്കണ്. ഷാമിലേ, ഷാമിലേ. ആ, ഇജെന്താ ഉപ്പാനോട് പറഞ്ഞു കൊടുത്തത്? ഞാനോ? ഉപ്പ ചോദിച്ചു എന്താ ഇവിടെ ഒച്ചപ്പാട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പേരെഴുതിയ പെട്ടിയൊക്കെ വന്നിരിക്കണ്, അത് അപ്പം പറഞ്ഞതുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. എൻ്റെ പൊന്നാര ഷാമിലേ, ആയിക്കോട്ടെ. അതിപ്പോൾ കാണാതെ ഇവിടുന്ന് സുലേഖ പറഞ്ഞേക്കൂല. എനിക്കൊരു പൊറുതിയാണ് അത് അച്ചേൽക്ക്. എന്തൊക്കെയാലും ഉണ്ട് അറിഞ്ഞു വിലപ്പിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിലോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി കൊടുത്താൽ പോരെ? എന്താ ഇളാമ്മ, അതൊരിക്കലും ഞമ്മക്കുള്ളതല്ല എന്ന് പറഞ്ഞില്ലേ? അനക്കത് പറഞ്ഞാൽ മതി. ഇളാമ്മ വിടുന്ന ലക്ഷണമേ ഇല്ല. പഠിച്ചോനെ, എന്താ ഇത് ചെയ്യുക? വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി ഇത്. ഷാമിൽ നിശബ്ദമായി നിന്നു. എന്താടാ? അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളത്തൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് മതി കുഞ്ഞോക്കും കുട്ടിയാക്കും. എന്താന്നില്ലേ? ഇതൊക്കെ എൻ്റെ ഓരോ ബുദ്ധിയായിരിക്കും. എളാമ്മ, സത്യമായിട്ടും ഇത് ഞാനായിട്ട് ഇതൊരു ബന്ധമില്ല. ഞാനിത് വിളിച്ചപ്പോഴെന്നെ അറിയുന്ന തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ട എൻ്റെ പെങ്ങന്മാർക്കും കുട്ടികൾക്കും എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഉള്ള എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് ഷാമിലെ, ഇനി അതിനെക്കുറിച്ച് പറയണ്ട. അതൊക്കെ സാധനങ്ങൾ ഓരി വെച്ച സാധനങ്ങളാണ്. ഷാമിൽ പുറത്തേക്ക് പോയി. അതെ, സമാധാനമില്ലായിട്ട് തന്നെ. എളാമ്മയുടെ ഇടയിൽ നിൽക്കാൻ കഴിയൂല. റബ്ബേ, ഓരോ പ്രശ്നങ്ങളും ഇതും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പേരിൻ്റെ ഒരു പെട്ടി വീട്ടിൽ വന്നപ്പോൾ ഒരു സമാധാനമില്ല റബ്ബേ. എന്നാൽ ഈ സമയം എളാമ്മ ആ പെട്ടിയിലായിരുന്നു അവരുടെ കണ്ണ്. ഓ, എത്ര വെയിറ്റുള്ള സാധനമാണിത്! കുറച്ചൊന്നല്ല. ഇതൊക്കെ ആർക്കാ? പെങ്ങക്കെ ഒറ്റയ്ക്ക് കൊടുക്കാനാ പ്ലാനിങ്. അതിന് സുലൈഖ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താന്നില്ലേ, ഒറ്റയ്ക്ക് കൊടുക്കാനായിരുന്നു പ്ലാനിങ്. അപ്പോൾ തന്നെ ഞാൻ കണ്ടുപിടിച്ചു. ഏതായാലും ഓല വീട്ടിലേക്ക് എത്താത്തും വലിയ ഭാഗ്യം തന്നെ. ആഹാ, ആ പെട്ടി എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളിക്കൊണ്ട് അത് ആ റൂമിലേക്ക് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളുടെ പിടിച്ചൂടേ? നിങ്ങളത് നോക്കി നിൽക്കുന്നത് പിടിച്ചൂടെ? തള്ളിക്കൂടെ? ഉമ്മ, അത് നല്ല വെയിറ്റാണ്.
പെട്ടെന്ന് ഉമ്മ ഇത് നമ്മക്കുള്ളതല്ലല്ലോ, ഇത് ഇത്താത്താക്കുള്ളതല്ലല്ലേ, നമ്മക്കുള്ള ഇഷ്ടം പോലെ കിട്ടിയില്ലേ. മൂത്ത മോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എടി ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതി, എനിക്ക് നിങ്ങൾ മാത്രമല്ല എനിക്ക് എൻ്റെ കുടുംബങ്ങളുണ്ട് ഓർക്കൊക്കെ എത്തിക്കണേ, അല്ലാതെ ഇത് നിങ്ങൾക്ക് മാത്രമെന്നല്ല. ഉമ്മ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ഇത് കണ്ട് ഇത്താത്താൻ്റെ പേരാണ് ഇവിടെ ഇതിമുള്ളത്, ഇത്താത്താക്കുള്ളതാണിത്. നിങ്ങളൊരു ഇത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളെയെല്ലാം ചീത്ത പറയുകയായിരുന്നു എളാമ്മ. എന്നാൽ ഉപ്പ നിസ്സഹനായി. എന്താ സുലൈക്ക അനക്ക് എന്തിൻ്റെ കേടാ, അനക്ക് എത്ര കിട്ടിയാൽ ഇത് തികയണില്ലല്ലോ, ഇതൊക്കെ എവിടുക്കാണ് നമ്മൾ ഒരാൾക്ക് എന്തേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലമെങ്കിലും പഠിച്ചോ നമുക്ക് തരും, ഇതിപ്പോൾ എന്തിൻ്റെ കേടാ, എനിക്ക് എല്ലാം കൂടി എനിക്ക് പിടിച്ചടക്കി വെക്കണം എന്ന് വെച്ചാൽ എൻ്റെ അത്യാഗ്രഹം ഉണ്ടല്ലോ. തന്തേ അവിടെ മിണ്ടാതെ അവിടെ ഇരുന്നോളി. ആ ഇങ്ങളെ നോക്കണേന്നെ നിങ്ങൾ നിങ്ങൾക്ക് വലിയ ഒരു പ്രാരാബ്ധം ആയിക്കണം ഇപ്പോൾ. അതുകൊണ്ടപ്പോൾ മോനെ കൊണ്ട് ഒന്ന് പെണ്ണെട്ടിക്കാൻ പറഞ്ഞത്, എല്ലാം കൂടി എനിക്ക് കയ്യായിട്ട് നിങ്ങളെ നോക്കും വേണം, ഇവിടുത്തെ പണി എടുക്കണം. ഇത്ര പെട്ടെന്ന് വെയ്യാതാണും വളർത്തിയില്ല. ആ പിതാവ് അത് കേട്ട് സങ്കടപ്പെട്ടു. റബ്ബേ അല്ലാ എന്നണ്ട് കൊണ്ടേക്കല്ല, ഇവളാട്ടും തുപ്പും കേട്ട് എനിക്ക് നിൽക്കാൻ കഴിയണില്ലല്ല, എൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ആ പിതാവ് കണ്ണീരൊഴുക്കി. എന്നാൽ പെട്ടെന്ന് അതാ വലിയൊരു വാഹനം അങ്ങോട്ട് വരുന്നു. അതെന്താടി ഒരു ഒച്ച, ഇനിയും വരുന്നുണ്ടോ വലുത്? അല്ലമ്മ അതൊരു ഗുഡ്സാണ്. ഗുഡ്സോ? ഇനിയും വരുന്നുണ്ടാന്ന് പറയാൻ പറ്റില്ല, ഷാമിൽ ഇവിടെ ഇല്ലേനും. എന്തായാലും വരുമ്പോഴേക്ക് ഞമ്മക്കതൊക്കെ കൊണ്ട് മാറ്റി വെക്കണം, ഓൻ കാണേണ്ടത്. ഓൻ കണ്ട പെങ്ങക്ക് പെങ്ങക്ക് എടുത്തേക്കും. എന്നാൽ തൊട്ടു പിന്നിലായിക്കൊണ്ട് അതാ ഷാമിലും വരുന്നു. ഷാമിൽ പെട്ടെന്ന് ഇറങ്ങി. ആ ഗുഡ്സിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഇതാ എവിടെ എടുത്ത പെട്ടി? അതെ, അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ ഉന്തിമറിച്ച് അത് അവരങ്ങോട്ട് മാറ്റി വച്ചിരുന്നു. എളാമ്മ ശരിക്കും ഞെട്ടി. എന്തിനാ? അതൊക്കെ ഉണ്ട്, വരി. അതിൽ നിന്ന് ഒരാൾ കൂടി ഇറങ്ങി വന്നു. അതാ ആ പെട്ടി ഒന്ന് ഗുഡ്സിലേക്ക് എടുത്തു വെക്ക്. അങ്ങനെ അവർ രണ്ടുപേരും താങ്ങി പിടിച്ചുകൊണ്ട്, അല്ലാ അത് മുടിഞ്ഞ വെയിറ്റാണല്ലോ, എന്തൊക്കെയാ ഇതിലുള്ളത്. ശരിക്കും എളാമ്മ ഞെട്ടിപ്പോയി. ഷാമിലേ നീ എങ്ങോട്ടത് കൊണ്ടുപോകുന്നത്? ഷാമിലൊന്നും മിണ്ടിയില്ല. അവർ അത് താങ്ങി പിടിച്ച് നേരെ ഗുഡ്സിലേക്ക് വെച്ച്. അല്ല ഇതെന്തൊരു വലിയ ഫ്രിഡ്ജോ എന്തോ കൊണ്ടുപോകണേ പോലെയാണല്ലോ തോന്നുന്നത്. അത്രക്കും നമ്മൾ ഈ വണ്ടി എടുത്ത് ഭാഗ്യം, നന്ന ചെറിയ ഗുഡ്സാണെങ്കിൽ അത് കൊള്ളൂല്ലായിരുന്നു. അങ്ങനെ വണ്ടിയിൽ അവർ അത് പണിപ്പെട്ട് കയറ്റുന്നു. ഷാമിലും കൂടുന്നു. തൊട്ട് പിന്നിലായിക്കൊണ്ട് അത് ഷാമിൽ പറഞ്ഞു, എന്നാ വരി വണ്ടി എടുക്കി, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകാം. നേരെ അതാ അവൻ ബൈക്കെടുത്ത് മുന്നിൽ പോകുന്നു. നേരെ പെങ്ങളുടെ വീട്ടിലേക്ക്. എളാമ ഞെട്ടിപ്പോയി. ഷാമിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കൂലല്ലേ? ഓന് ഞാൻ നല്ല വെച്ച് വിളമ്പി കൊടുത്തോളാം. ഇനി ഓൻ്റെ തന്തന ഞാനുണ്ടല്ലോ, വല്ലാത്ത സാധനം. നേരെ സുലേക്ക് ഇളകി അതാ ഉപ്പയുടെ അരികിലേക്ക്. അതേ നിങ്ങളെ മോന് പറഞ്ഞത് ഒരു അക്ഷരം കേൾക്കൂലാട്ടോ, ഓൻ ഇത്രയും വെച്ച് വിളമ്പി ഷാമിലെ മോനെ കുഞ്ഞോനെന്ന് വിളിച്ച് ഓനെ തീറ്റി പോറ്റിയിട്ട് ഓൻ നന്ദികേട് കാണിക്കാണ്. അങ്ങനെ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സുലേഖ ഇജൊന്നടങ്ങ്, ഇജെന്താ ഇങ്ങനെ? പഠിച്ചോനെ വളടി നിന്ന് കൊണ്ടേക്കറമ്പ, എന്നെ ആവൂല, എന്നെ കൊണ്ട് ഏതാണ് തടിക്ക് ആരോഗ്യമില്ല. പക്ഷെ എൻ്റെ മോനാണ് നോക്കണത്, ഞങ്ങൾ കുടുംബം, അതോൾ ഓർക്കണില്ല. അദ്ദേഹം വളരെയധികം വിഷമകരമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. അത് എപ്പോഴും ഉണ്ട്. ഇവിടെ ഒതുങ്ങി കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും തെറ്റ് കണ്ട് പ്രതികരിച്ചാൽ ഓളിൻ്റെ നേരക്ക് ചാടും. റബ്ബേ ഇങ്ങനെയുള്ളവരടി ഇരുത്തില്ല, എന്നോട് കൊണ്ടേക്കോ. ആ പിതാവ് ദയനീയമായി പറഞ്ഞു. ഉപ്പയെ ഉമ്മ ചീത്ത പറയുന്നത് കാണുമ്പോൾ മക്കൾ പറയും, ഉമ്മച്ചി ഉപ്പച്ചയെ ചീത്ത പറയാൻ പാടില്ല, ഒന്ന് പോയി തരടി. നിങ്ങൾ കുറച്ച് ആണുങ്ങളായാലേ കുറച്ച് ആണത്തം വേണം, ഒരു ആണിന് ഇവിടെ വിലയില്ല. ആ മോന് ഒന്ന് ചന്തക്ക് പറഞ്ഞുകൂടിയിരുന്നോ കൊണ്ടോണ്ടാന്ന്. അപ്പോത്തിന് അങ്ങനെ ആകുമ്പോളേ പെണ്ണുങ്ങൾ കുറച്ച് കയ്യും കാലൊക്കെ എണീറ്റ് നടക്കേണ്ടി വരും. അത് ആണുങ്ങൾ ഇങ്ങനെ മൂടിപ്പൊതിച്ച് കെടുക്കല്ലേ. ഇവിടെ വീണ്ടും ദയനീയമായി. അതെ എന്നെക്കൊണ്ട് കഴിയുന്ന കാലത്ത് ഇവരെ നല്ലപോലെ പോറ്റിയിട്ടുണ്ട്, വയ്യാതായപ്പോൾ പിന്നെ ഇവിടെ കെടുക്കല്ലാതെ എന്നാലും എൻ്റെ മോനുണ്ടല്ലോ എന്നെ നോക്കാൻ. എന്നാൽ ഈ സമയം അതാ കുഞ്ഞോളുടെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുന്നു. തൊട്ടു പിന്നിലായിക്കൊണ്ട് ഒരു ബൈക്കും. അത് മക്കള്, ഉമ്മച്ചി ഉമ്മച്ചി ഒരു വണ്ടി വരുന്നു. ആ മാമനുണ്ട്. മാമനോ?
അവൾ പെട്ടെന്ന് തട്ടമെല്ലാം ശരിക്കിട്ട് അതാ മുന്നിലേക്ക് നോക്കി. അല്ല, ഇതെന്താ? കുഞ്ഞോനെ കേറിക്കോ. ഇതെന്താ മോനെ, ഇതാരാ? ഏ അല്ല, ഇക്കാക്ക ഇവിടെ ഇല്ലല്ലോ. ഇക്കാക്ക ഇവിടെ ഇല്ലേ? ആ, കുഴപ്പമില്ല. കുഞ്ഞോനെ കയറിയിരിക്കി. എന്നാൽ വണ്ടിയിൽ നിന്ന് രണ്ടാൾ ഇറങ്ങുകയും ചെയ്തു. ആ ഒരു വലിയ വണ്ടിയിൽ നിന്ന് അതാ വലിയൊരു പെട്ടി താങ്ങി പിടിച്ചുകൊണ്ട് നേരെ അവരുടെ കോലായിലേക്ക്. കുഞ്ഞോനെ ഇതെന്താടാ? കുഞ്ഞോള് ശരിക്കും ഞെട്ടി. അതെന്താ അറിയില്ല ഇത്തതാ. ഏതായാലും കുഞ്ഞോനെ അവിടേക്ക് ചായ എടുക്കാം. അവൾ പെട്ടെന്ന് ചായ എടുത്തു. ചായ അതൊന്നും വേണ്ട. എന്നാൽ നീ ഏതായാലും അവിടെ അവരുടെ ആ ജോലിക്കാർക്ക് വണ്ടിയത്തെ ഡ്രൈവറിനും കണ്ടക്ടറും കൊടുക്കാമെന്ന് വിചാരിച്ച് അവള് ചായ എടുത്ത് കൊണ്ടുവന്നു. ഓഹ്, അവര് ഈ കയറി ഇരുന്നോളി, ഉള്ള കടിയും വെച്ച് കൊടുത്തു. ഓ മാഷാ അല്ലാ, നല്ലൊരു സുഖട്ടോ. തണുപ്പത്തെ ഈ ഒരു വെള്ളം ചൂടുള്ള ചായ കിട്ടിയപ്പോഴേ അവർക്കും വലിയ ആശ്വാസം. അല്ല ഷാമിൽ, ഇത് പെങ്ങളുടെ വീടാല്ലേ? ആ, അല്ല അളിയനെവിടെ? അളിയ ഇവിടെ ഉണ്ടായിരുന്നു, എന്ത് ജോലിക്ക് പോയിട്ടുണ്ടാവും. ആ, എന്നാലും കയറിയിരിക്കേ. അല്ല മോളെ, ഞങ്ങൾ പോട്ടെ, ഇൻഷാല്ലാ നീ പിന്നെ വരാട്ടോ. ഏതായാലും എന്നാൽ ഷാമിൽ ഞങ്ങൾ അങ്ങോട്ട് അവിടേക്ക് അവിടെ നിൽക്കേ. നിങ്ങൾ ഗൂഗിൾ പേയുടെ നമ്പർ, ഗൂഗിൾ പേ അല്ലേ? ആ, ഉണ്ട്. ആ, ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ അല്ലേ? എന്നാൽ കുഞ്ഞോളുടെ 5 കുട്ടികളും ആ ഒരു പെട്ടിക്ക് ചുറ്റിലുമായി കൂടി. ഉമ്മച്ചി ഇതെന്താ? ഉമ്മച്ചി ഇതെന്താ? അറിയില്ല മക്കളെ. കുഞ്ഞോനെ അവര് പോയില്ലേ? എന്താ എന്താ കുഞ്ഞോനെ ഇത്? എത്താ അറിയില്ല എന്താണെന്ന്. നമുക്ക് തുറന്നു നോക്കാം. മോനെ സത്യം പറയടാ, ഒന്ന് വായിച്ചു നോക്കിത്താ. ഷാമിലിൻ്റെ പെങ്ങൾ കുഞ്ഞോൾക്കും കുട്ടികൾക്കും. എന്താ മോനെ ഇത്? സത്യം പറയടാ. അറിയില്ല. എന്താ ഈ കുഞ്ഞോൻ ഇങ്ങനെ പറയുന്നത്? അതെ, ഞാൻ അളിയനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, വിളിച്ചു നോക്ക്. അപ്പോൾ തന്നെ കുഞ്ഞോളതാ വിളിക്കുന്നു. ഹലോ ഇക്ക. ആ, എന്ത് കുഞ്ഞോളെ? എന്തേ? ഇക്ക ഇവിടെ? ഞാൻ പണിസ്ഥലത്താണ്, സൈറ്റിലാണ്. എന്തേ ഇക്ക? അതെ, പിന്നെ എപ്പോഴും വരേക്ക? ഞാൻ എന്താ അത്യാവശ്യമുണ്ടോ? അല്ലിക്ക, അത് ഇവിടെ കുഞ്ഞോ വന്നിട്ടുണ്ട്. കുഞ്ഞോനോ? എന്തിന്? കുഞ്ഞോനെ അവൻ എന്തൊരു പെട്ടി കയറ്റാണ് വന്നിട്ടുള്ളത്. എന്ത് പെട്ടി? അറിയില്ല. ഇക്ക പറ്റുന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ പണിക്കാരൊന്ന് അവരുടെ സൈറ്റിലൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ഓക്കെ. ആ ഇക്ക, എന്താ ഇത്ത പറഞ്ഞത്? അത് ഇക്ക പണിക്കാരൊക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആ, ആയിക്കോട്ടെ. അല്ലത്താ, പിന്നെന്തൊക്കെ? അല്ല മോനെ, ഞാൻ നിന്നോട് ചോദിക്കണം വിചാരിക്കും. അല്ല, നീ പെണ്ണ് കാണാൻ പോയിന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എളാമ എന്നോട് പറയില്ല. അന്ന് എയർപോർട്ടിലേക്ക് മക്കളെയും കൂട്ടി വരാം. മക്കൾ ഒരുപാട് കൊതിച്ചതായിരുന്നു, മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതെ, മാമനെ കൊണ്ടുവരാൻ പോകണം. അവൻ ഇങ്ങനെ ആഗ്രഹിച്ച് ഈ ചെറുതൊന്നും കണ്ടിട്ട് പോലല്ല. എന്നാലും മാമനെ ഫോട്ടോയിലെ കണ്ടിട്ടേ എപ്പോഴും പറയും മാമനെ കൊണ്ടുപോകാം. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ എളാമ വിളിച്ചൊന്നുമില്ല. പിന്നെ അറിഞ്ഞത് പോയി എന്നൊക്കെ. എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു മോനെ. എത്താ സാരല്ല, എന്തപ്പോൾ ചെയ്യുക? ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ്. എന്തപ്പോൾ ചെയ്യുക എനിക്കറിയില്ല. അല്ലാ റബ്ബേ. അല്ല മോനെ, നീ എന്തായി പെണ്ണ് കാണാൻ പോയിട്ട്? അതെ, അത് പറയുമ്പോൾ പെങ്ങളുടെ മുഖത്ത് കരച്ചിലിൻ്റെ ലാഞ്ചന ഉണ്ടായിരുന്നു. അത് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ എന്ത് ചെയ്യും എനിക്കറിയണില്ല. മനമില്ല മനസ്സോടുകൂടി അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. പക്ഷേ ഞാൻ കാണാൻ പോയ പെണ്ണ് പാവാണ് ഇത്താ. എന്നെക്കാൾ വയസ്സിന് മൂത്ത എൻ്റെ ഇത്താത്തയെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോനെ, നീ എന്തീ പറയുന്നത്? ആ അതെ, എന്നെക്കാളും വയസ്സിന് മൂത്തതാണ് ഇത്ത. പക്ഷെ ആ ഇത്തക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നാൽ ആ ഇത്ത എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ കരയുകയായിരുന്നു. മോനെ, ഞാൻ നിന്നെ എൻ്റെ അനിയൻ്റെ സ്ഥാനത്തെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ അത് ഉമ്മയുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ടാണ് ഞാനിന്ന് നിന്നത്. എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എല്ലാവരും കൂടി എന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മോനെ, സത്യമായിട്ടും ആ പെണ്ണ് നല്ലതില്ലേ? അതെ ഇത്ത, അതെ. ഇനി എന്തൊക്കെയാ അറിയില്ല. അവളങ്ങനൊക്കെ പറഞ്ഞു പോന്നിക്കണ് അവരോടൊക്കെ. പിന്നെ പക്ഷേ ഇവരുടെ വിചാരം ഇഷ്ടപ്പെട്ട് കല്യാണത്തിന് ഓക്കെ ആയി പോന്നാ. ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. അല്ലാതെ പിന്നെ ആ ഇത്തയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒരിക്കലും ആ ഇത്ത എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരുടെ
ആദ്യ ഭർത്താവ് കല്യാണം കഴിച്ചിട്ടുള്ള അവരൊരുപാട് പീഡനത്തിന് ഇരയായിട്ടുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവർ രക്ഷിക്കാൻ ആരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട്. അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് തുറന്ന് പറയാത്തത്. പക്ഷെ വീട്ടുകാരതിനെ സമ്മതിക്കില്ലത്രേ. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് അവർ. അതിനിടയ്ക്കാണ് ഞാൻ കാണാൻ പോകുന്നത്. എന്നെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഇത്താത്തയും അവൾക്ക് ഞാൻ അനിയനുമായിട്ട് തോന്നി. മോനെ ഏതായാലും സമാധാനായി. എന്താ പെണ്ണിൻ്റെ പേര് പറഞ്ഞത്? റസിയ. ഓ, റസിയ. പഠിച്ചോനെ, ആ റസിയാണോ? അവള് എൻ്റെ കൂടെ പഠിച്ചതാണല്ലോ. ഏ, ഇത്താത്ത ആണോ? അതെ, കുറച്ച് മെലിഞ്ഞ് വെളുത്തിട്ട് കുറച്ച് ഹൈറ്റിലുള്ള അതല്ലേ? ആ ആ അത് തന്നെ. ആ റസിയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ ഒന്നും കൂടി. അവളാണെങ്കിൽ ഞങ്ങളെ കൂടെ പഠിച്ചിരുന്നു, 1-2 വർഷമൊക്കെ പഠിച്ചിരുന്നു. പിന്നെ എങ്ങനെ എനിക്ക് കറക്റ്റ് അറിയണില്ല. എന്തായാലും അവളാണോ? റബ്ബേ, ഇത്ത എങ്ങനെയെങ്കിലും റസിയാൻ്റെ അടുത്തേക്കൊന്ന് പോകാനോ സംസാരിക്കാനോ പറ്റുമോ? ഞാൻ നോക്കട്ടെ മോനെ, എന്തായാലും കേട്ടോ. ഏതായാലും അവൾക്ക് മനസ്സിലായില്ലേ? ഓ, ഇപ്പോഴാണ് സമാധാനമായത്. മറ്റേത് ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്ക് ഉമ്മല്ലാന്ന് വിചാരിച്ചിട്ട് വയസ്സിന് മൂത്ത ഏതോ ഒരു താത്താനം കൊണ്ട് കെട്ടിച്ച് എൻ്റെ കുട്ടിയുടെ ജീവിതം ആകെ കൊളാവുമെന്ന് ഞാൻ വിചാരിച്ചു. മോനെ സത്യമായിട്ടും പെട്ടെന്ന് അതാ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ മോനെ, അളിയൻ വന്നു. ആ അളിയ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കൽ എന്ത് നിൽക്കുന്നത്? ഞാൻ കുറച്ച് സമയം ഇവിടെ വന്നിട്ട്. അല്ല, ഇതെന്ത് സംഭവം? വന്ന വഴിക്ക് തന്നെ ആ ഒരു കോലായിൽ നിൽക്കുന്ന ആ ഒരു പെട്ടി കണ്ടിട്ടാണ് ചോദിച്ചത്. അറിയില്ല, എന്തായാലും നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചു. എന്താടാ? ഏ, എന്താ കുഞ്ഞോനെ ഇങ്ങനെയൊക്കെ? അറിയില്ലെന്നോ? ബെസ്റ്റ്. അല്ല കുഞ്ഞോനെ, എന്തൊക്കെ കല്യാണത്തിൻ്റെ പരിപാടിയൊന്നും നമ്മളോട് പറഞ്ഞില്ല കേട്ടോ. എൻ്റെ പൊന്നിക്ക, അതൊക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞോളൂ. ഇക്ക, അത് ഓൻ പെട്ടുപോയതാണ് അറിയാതെ. എന്നാൽ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം. ആ പിന്നെ എൻ്റെയൊക്കെ കൂടെ പഠിച്ച് പെണ്ണാണെന്ന് തോന്നുന്നുണ്ട്. ബെസ്റ്റ്. ഇതെന്താ? അത് എന്തായാലും അവൾക്കോട് പറഞ്ഞ് മനസ്സിലാക്കിക്കണ്. ഓ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാലേ അങ്ങോട്ട് വരാൻ താല്പര്യം ഇല്ലായിട്ടല്ല, ഉപ്പാനെ കാണാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഏളാമാൻ്റെ ആ സ്വഭാവം കാണുമ്പോഴേ അതെനിക്ക് ഇടങ്ങാറാണ്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ അങ്ങ് പോവല്ലേ. കാരണം 4-5 മക്കളെയും കൊണ്ട് ഇവള് പോകുമ്പോൾ ആർക്കാരും ദേഷ്യം പിടിക്കൂലേ. ഞാൻ പറയും, എൻ്റെ പൊന്നു മോളെ, ഈ മക്കളെയും കൊണ്ടങ്ങനെ പോകല്ലേ. നമ്മുടെ മക്കൾക്കുള്ളത് അത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരാളുടെ മുമ്പിലും പോയി കൈ നീട്ടരുത്. നീ അങ്ങോട്ട് പോയാൽ അവർക്ക് ദേഷ്യം പിടിക്കും. അതെ, അവർ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട പുതിയ വീടൊക്കെ ഈ മക്കളൊക്കെ ചവിട്ടി കയറുമ്പോൾ അത് ചളിയാവും എന്നുള്ള പേടിയുണ്ടാവും. സാധനങ്ങൾ കേട് വരുത്തും. ഒന്ന് ചെറിയ ചെറിയ മക്കളല്ലേ. അതെ, 1, 2, 3 ഒക്കെ വയസ്സല്ലേ ഇവർക്ക്. ചെറിയ മക്കളല്ലേ എല്ലാവരും. മൂത്തതിന് തന്നെ ഇപ്പോൾ വയസ്സത്രേ. മൂത്തതിന് അധികം വയസ്സായിട്ടില്ല. പിന്നെ അതിൻ്റെ താഴെ 4 അപ്പോൾ പിന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ പറഞ്ഞാൽ ഓടിച്ചാടിയും കളിക്കും, എല്ലാം എടുക്കും. ഓലാണ് ബുദ്ധി അങ്ങനെയാണ്. ഇപ്പം ഞാൻ അവളോട് പറയും, നീ എങ്ങോട്ടും പോകല്ലേ, നിനക്ക് ഇവിടെ വീടുണ്ടല്ലോ. ഇവിടെ വീടുണ്ട്, ഇവിടെ കളിക്കാൻ സ്ഥലമുണ്ട്, നിനക്കുള്ള ഞാൻ കൊണ്ടുവരുന്ന തരുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഓള് പറയുന്നത്, ഇക്കാ എൻ്റെ ആങ്ങൾക്ക് എൻ്റെ ഉമ്മ ഇല്ലാത്തതാണ്. അത് എൻ്റെ ആങ്ങളെ കാണണ്ടേ ഇക്ക. ഞാൻ പറഞ്ഞു, നമുക്ക് പോയി കാണാം, അല്ലെങ്കിൽ അവരങ്ങോട്ട് വരുത്താം. പക്ഷെ എന്താ ചെയ്യുക, അവൾക്ക് പിന്നെ അങ്ങനെ പിന്നെ ഞാൻ സമ്മതിച്ചിട്ടോ. കാരണം ആങ്ങളെ വരികയാണ്, കാണാൻ ആഗ്രഹം ഏതൊരു പെങ്ങന്മാർക്കുണ്ടോ. ഒരുപാട് വർഷത്തിന് ശേഷം വരില്ലേ, ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ സമ്മതിച്ച അന്നേനുണ്ട് കരഞ്ഞ് തിരിച്ചു തരണേ. എന്നാലും ഞാൻ പറഞ്ഞു, പൊന്നു മോളെ നീ അങ്ങനെ പോവല്ലേ, നിനക്കുള്ളതൊക്കെ ഇക്ക ഇവിടെ ഉണ്ടാക്കണുണ്ടല്ലോ. എന്തെങ്കിലും ഒരു കുറവുണ്ടോ? എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചോര നീരാക്കി ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മാനും ഉപ്പാനും അത് നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, റാഹത്തോടു കൂടിയുള്ള ജീവിതമാണ്. എൻ്റെ മനസ്സത്തൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യനെ, എൻ്റെ ഉമ്മാനും ഉപ്പാനെയും വിട്ട് എനിക്ക് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹമില്ല റബ്ബേ. ജീവിക്കുന്ന കാലത്ത് അവരോട് കൂടെ ജീവിക്കണം സമാധാനത്തോടു കൂടി. അതേ ഉള്ളൂ, വേറൊന്നും എനിക്കില്ല. ആ സത്യം പറഞ്ഞാൽ തൻ്റെ അളിയൻ്റെ ആ ഒരു മനസ്സാക്ഷി കണ്ട് ശരിക്കും ഷാമിൽ വരെ ഞെട്ടിപ്പോയി. അളിയാ, അത് അറിയാം നിങ്ങളെക്കുറിച്ച്. എന്നാൽ നിങ്ങൾ തന്നെ അത് ഓപ്പൺ ചെയ്യ്. സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട അളിയൻ കൊണ്ടുവന്ന പെട്ടി തുറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എൻ്റെ പൊന്നു കുഞ്ഞോനെ, കുട്ടിയാളെ മാമന് നിങ്ങളാണ്, നീയാണ്. അപ്പോൾ നീ തന്നെ അതിന് നേതൃത്വം നൽകണം, അല്ലാതെ ഒരിക്കലും ഞാനല്ല. അല്ലേക്ക, നിങ്ങൾ എന്താണ് എത്താ, നിങ്ങളെ പേരിൽ വന്ന പെട്ടിയാണിത്. കുഞ്ഞോൾക്കും കുട്ടികൾക്കും ഒന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ത തന്നെ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും
സാന്നിധ്യത്തിൽ ഉമ്മയെയും ഉമ്മ വരി. അതെ, അവര് രണ്ടു പേരെയും മുന്നിൽ തന്നെ ഒരു ചെയർ ഇട്ടിരുത്തി. എന്തിനാ മക്കളെ അതൊക്കെ, മോനെ കുഞ്ഞോനെ എന്തിനാ അതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ആ ഉപ്പയുടെ ആ ഒരു വാക്ക്, അതെ ഉമ്മയുടെയും ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കണ്ടിരുന്നു. അതെ, അവരിതുവരെയായിട്ട് ഒരു ഗൾഫ് പെട്ടിയും കണ്ടിട്ടില്ല. അവരുടെ മോൻ ഗൾഫിൽ പോയിട്ടുമില്ല. എന്നാൽ ആ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ടായിരുന്നു. രണ്ടുപേരെയും ചെയറിട്ട് മുന്നിലിരുത്തിക്കൊണ്ട് ആ വലിയ പെട്ടി ഓപ്പൺ ചെയ്യുകയാണ്. അതെ, അളിയനും പെങ്ങളും 3 പേരും കൂടി അതങ്ങ് ഓരോ ഭാഗം പൊളിച്ചു തുടങ്ങി. ശരിക്കും വശ്യമായ ഒരു സുഗന്ധം അതിൽ നിന്ന് വമിച്ചു. അതെ, നല്ല ഗൾഫിൻ്റെ മണം, ഹായ് നല്ല മണം. എല്ലാവരും കൂടെ സന്തോഷത്തോടെ ആകാംക്ഷയോടെ അത് നോക്കി നിന്നു. അതെ, കുട്ടികൾക്ക് ആഗ്രഹമുള്ള അവരേറ്റവും ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ഐറ്റംസും ചോക്ലേറ്റുമായിരുന്നു അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നത് ഒരു ലെയറിൽ. അതെ, അത് ആ മക്കളുടെ മുമ്പിലേക്ക് വാരിയെടുത്തിട്ടപ്പോൾ അവരുടെ കണ്ണുകൾ വല്ലാതെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉമ്മുമ്മ പറഞ്ഞു, മക്കളെ നിലത്തൊന്നും ഇടല്ലേ, റബ്ബേ പഠിച്ചവനാണ് നമുക്ക് ഇതൊക്കെ തരുന്നത്. അങ്ങനെ അതാ ആ മിഠായികളും ചോക്ലേറ്റുകളൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും കഴിക്കുന്നു. എന്നാൽ അതിൽ അതാ മുന്തിയ ഇനം അജുവ ഈത്തപ്പഴങ്ങളും ഉണ്ടായിരുന്നു. അത് ആ ഉമ്മയുടെ മടികളിലേക്ക് അതാ വെച്ച് കൊടുക്കുന്നു. അതെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞോള്, ഉമ്മ ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അജുവ ഈത്തപ്പഴം. അജുവ, അതെ അതെൻ്റെ പ്രിയപ്പെട്ട മേഡം, അത് അവരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച ആ ഒരു അജുവയാണ്. മാഷാ അല്ലാ, മക്കൾ ഇതിനൊക്കെ പെരുത്ത് വില ആവൂലേ, അവർക്ക് അതിൻ്റെ തോട്ടം തന്നെയാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതാ ആ അജുവ ഈത്തപ്പഴങ്ങൾ കഴുകി അത് മുറിച്ച് ഉമ്മയുടെയും ഉപ്പയുടെയും വായിലേക്ക് കുഞ്ഞോള് വെച്ച് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അതെ എന്ത് രസമാണല്ലേ, എത്ര രുചികരമായ. അതേ ഉമ്മ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ട ഈത്തപ്പഴത്തിൻ്റെ അതാണ് ആ ഈത്തപ്പഴം അജുവ. ഓ മോളെ, വല്ലാത്ത സന്തോഷം കേട്ടോ. ഏതായാലും ഉമ്മാക്കും ഉപ്പാക്കും ഒത്തിരി സന്തോഷമായി. അതെ, ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം ഷാമിലിനെ പിടിച്ചുകൊണ്ട് അളിയൻ പറഞ്ഞു, മോനെ എന്തിനാടാ ഇതൊക്കെ, ഞാനല്ല, എല്ലാം എനിക്കെൻ്റെ അറബിച്ച് തന്നതാണ് സത്യമായിട്ടും. മാഷാ അല്ലാ. അങ്ങനെ അതാ സാധനങ്ങളും ഫുഡ് ഐറ്റംസ്, അതെ ബദാം, ക്യാഷോ, പിസ്ത, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളുമായിരുന്നു ആ ഒരു സെക്ഷൻ നിറയെ. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾക്കുള്ള അവർ മുടിയിൽ കെട്ടുന്നതും ക്ലിപ്പ്, അങ്ങനത്തെ ഐറ്റംസ് മുഴുവൻ. അതിനിടയിൽ ബോണ്ടി ചോക്ലേറ്റ്സും കാര്യങ്ങളും, അതൊക്കെ ശരിക്കും ആ മക്കളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത് അവർ അത്രയധികം മിഠായി ആദ്യമായിട്ട് കാണുകയാണ്. അതെ, മാഷാ അല്ലാ, ശരിക്കും ഫറാറ ചോക്ലേറ്റൊക്കെ ഇഷ്ടം പോലെ. എന്നാൽ ഒരു നിമിഷം ഷാമിലും വിചാരിച്ചു, റബ്ബേ കണ്ടറിഞ്ഞ് തന്നെ എൻ്റെ അറബിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഇവരെപ്പോൾ ഞാനറിയാതെ. പിന്നീടാണ് അതാ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും കുട്ടികൾക്കുള്ള കളിക്കോപ്പും എല്ലാം അതിലുണ്ടായിരുന്നു. അതിൽ അവരുടെ ഉമ്മാക്കുള്ളതും ഉപ്പാക്കുള്ളതും സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെയും ഉപ്പയുടെയും 5 മക്കളുടെയും പെങ്ങളുടെയും അളിയൻ്റെയും കാര്യമൊക്കെ ഇടയ്ക്കിടെ ഷാമിൽ പറയാറുണ്ടായിരുന്നു. അത് ഉമ്മുൽ ഖൈർ ചോദിച്ചറിയാറുമുണ്ടായിരുന്നു. എന്നാൽ അവരെയൊന്നും മറന്നിട്ടില്ല. അവർക്കുള്ളതെല്ലാം അതിൽ പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നു. ആ പ്രായമായ മാതാപിതാക്കളുടെ മുഖം, ആ ഒരു പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ കുഞ്ഞോളുടെ മനസ്സ് നിറഞ്ഞു. ഉമ്മ. അതെ, ആ ഉമ്മയ്ക്ക് ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾ ഉമ്മാൻ്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയില്ല, ഉമ്മ പെട്ടെന്ന് പോയി ഉമ്മ. അതെ, നിങ്ങളെ മുഖത്ത് ഈ പുഞ്ചിരിയാണ് എൻ്റെ സന്തോഷം. അവൾ ആ ഉമ്മയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ആ ഉപ്പയെയും അത് അവരെപ്പോഴും വിചാരിക്കും, റബ്ബേ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയത് ഞങ്ങളെ ഭാഗ്യം തന്നെയാണ്. ഉമ്മ, ഇത് ഉമ്മാക്ക് പാകാവോ? നല്ല പർദ്ദ, അതെ മനോഹരമായ പർദ്ദ, വീട്ടിൽ നിന്നിടാൻ പറ്റുന്ന അങ്ങനെയുള്ള നൈറ്റി പോലുള്ള മാക്സികൾ, അതെല്ലാം അതിലുണ്ടായിരുന്നു. ഉമ്മാക്ക് നല്ല കോട്ടൺ തട്ടം, ഇതൊക്കെ. മോളെ എന്തിനാ മോളെ ഇതൊക്കെ ഞമ്മക്ക്? അല്ലുമ്മ, ഉമ്മ എന്നും പോകുമ്പോൾ ആ പർദ്ദയൊന്ന് മാറ്റി ഇനി ഇതൊക്കെ ഒന്ന് ഇട്ട് പോകണം കേട്ടോ. ഉപ്പാക്കും തന്നെ അത് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം അതിലുണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അളിയനുള്ളതും പിന്നെ മുസല്ല, മുസ്ഹഫ്,
അങ്ങനെ അങ്ങനെ പലതും അത് പ്രത്യേകമായിട്ട് ഒരു ബാഗിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം വളരെയധികം സേഫ്റ്റിയോടുകൂടെ എത്തിയിരിക്കുന്നു. എന്നാൽ ഉമ്മ ആ ഒരു തസ്ബീഹ് മാല പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ എനിക്കിത് മതി, ഇതാണ് എൻ്റെ തൃപ്തി. ഇതിങ്ങനെ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്നിങ്ങനെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴേ വല്ലാത്തൊരു റാഹത്ത മനസ്സിനെ, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ആ ഒരു നല്ല തസ്ബീഹ് മാല എടുത്ത് അതാ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. അത് മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു. ഉമ്മാക്കും ഉപ്പാക്കും അളിയനും പെങ്ങൾക്കും അതാ 4-5 നല്ല മുസല്ലയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. മുസല്ലയും എല്ലാവർക്കും മുസ്ഹഫും ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ പലതുമായിട്ട് വീട്ടിലേക്കുള്ള അടുക്കളയിലേക്കുള്ള കുറച്ചധികം നല്ല നോൺ സ്റ്റിക്ക് പാനുകളും പാത്രങ്ങളും, അതുമാത്രമല്ല പാൽപ്പൊടിയും ടാങ്കും നല്ല ചായപ്പൊടി കോഫി പൗഡർ അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ അടുക്കളയിലേക്ക് ആവശ്യമായ ഒരുപാട് ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള പലതും, കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും, അതെ നല്ല ഉമ്മാക്കും ഉപ്പാക്കും പുതക്കാൻ നല്ല ബ്ലാങ്കറ്റ് പുതപ്പ്, പിന്നെ അളിയനും പെങ്ങൾക്കും ഒന്ന് കുട്ടികൾക്കും, അങ്ങനെ അതാ പഠിച്ചോനെ ഇത്രയും വലിയൊരു പെട്ടി വെറുതെയല്ല ഇത്രയധികം കനം. അത് ഈ വീട്ടിലുള്ള സാധനങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങൾ മുഴുവനായിട്ട് അതിലുണ്ടായിരുന്നു. നല്ല ബെഡ്ഷീറ്റ് കാര്യങ്ങൾ അതൊക്കെ. ഒരു നിമിഷം ഷാമിൽ സന്തോഷിച്ചു ഉമ്മുൽ ഖൈറിനെ ഓർത്ത്. പഠിച്ചോനെ എൻ്റെ അറബിയമ്മക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. മോനെ ഷാമിലെ, മോന് ഇഷ്ടമുള്ള എടുത്തിട്ടോ. അതൊന്നും വേണ്ട. അല്ല എൻ്റെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ, ആ പെട്ടിയിലല്ലേ സാധനങ്ങളൊക്കെ. അതെ, അത് സാരല്ല, ഞാൻ പോകുമല്ലോ. ഞാനിപ്പോൾ 2 മാസം ഇവിടെ നിൽക്കണമെന്ന് ആലോചിച്ചത്. 1 മാസം കഴിഞ്ഞിട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. സത്യം പറഞ്ഞാലേ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ പോവുകയാണ്. എനിക്ക് അവിടെ ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും കിട്ടും. ഒന്നും എനിക്ക് കിട്ടേണ്ട പൂതി ഇല്ല എൻ്റെ പൊന്നിത്ത. മോനെ ഇതാ ഈ അജുവ ഈത്തപ്പഴെങ്കിലും എൻ്റെ കുട്ടി 2-3 തിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. എന്നാൽ ആ കൂട്ടത്തിൽ സംസം വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും അറബിച്ച് വെച്ചിരുന്നു. മാഷാ അല്ലാ, അതന്നെയാണ് നമുക്ക് വലിയ റഹ്മത്തും ബർക്കത്തും. അവർ സന്തോഷത്തോടു കൂടി പെട്ടിയെല്ലാം ഓപ്പൺ ചെയ്തു. അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം കൂടി അതിലുണ്ടായിരുന്നു. അതിൽ 2 ഐഫോണ്, അതും ഏറ്റവും മുന്തിയ ഇനത്തിലുള്ള 2 ഐഫോണുകൾ. ശരിക്കും അളിയനെ ഞെട്ടിച്ചത് അതായിരുന്നു. അല്ലാ, ഇത് ഷാമിലിന് സന്തോഷമായി. അതേക്ക, ഇത് നിങ്ങൾക്കുള്ളത് തന്നെ. അത് ഒന്ന് ഇത്താക്കും ഒന്ന് നിങ്ങൾക്കും. എന്നാൽ അവർക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. മോനെ, അപ്പോൾ എത്ര ലക്ഷങ്ങൾ അതുകൊണ്ട് പൊട്ടിച്ചത്? അവർക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. അവർ ഇഷ്ടം പോലെ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ മുതലാളിച്ചിയാണ്. അജുവ ഈത്തപ്പഴങ്ങളാണ് അതിലധികവും. അത് എത്രയോ ലോഡുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളെ മനസ്സ് സന്തോഷമായ മതി. എന്നാൽ അതാ കുഞ്ഞോൾ കരയുകയായിരുന്നു. പഠിച്ചോനെ അല്ലാ, ഞാൻ എന്തതൊക്കെ. അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആ ഫോൺ എടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളെ കൈകളിൽ തന്നപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ഒരു നിമിഷം അവൾ ഉമ്മയെ ഓർത്തു. അല്ലാ, ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അതെ എത്ര നന്നായിരുന്നു റബ്ബേ എന്നവൾ ഓർത്തു. മോനെ, നമ്മുടെ ഉപ്പനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇൻഷാ അല്ലാ, ഉപ്പയെ ഒന്നും കൂടി നല്ലൊരു ഡോക്ടറെ കാണിക്കട്ടെ. അല്ലാതെ എളാമേ ചിലപ്പം കഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ട്. പാവല്ലേ നമ്മുടെ ഉപ്പ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അതെല്ലാം പകിട്ടെടുക്കുമ്പോൾ അതെ ഒരു നിമിഷം അളിയൻ വിചാരിച്ചു, റബ്ബേ ഇങ്ങനൊരു അളിയൻ എനിക്ക് ഉണ്ടായതുകൊണ്ട് മോനെ ഷാമിലെ നീ ഞെട്ടിച്ച് കളഞ്ഞല്ലോടാ. അതെ അളിയ, എനിക്ക് നല്ല ഖേദം സങ്കടം ഉണ്ടായിരുന്നു. അവർക്കുള്ള സാധനങ്ങൾ ഇത്രയധികം ഇല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു പകുതി ഉണ്ടോ എനിക്കറിയില്ല. അവർക്ക് എല്ലാം ഉണ്ടായിരുന്നു ഇക്ക. പക്ഷെ എന്ത് ചെയ്യാം, അത് അവരും തൊടാൻ പോലും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. എൻ്റെ കുട്ടികൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ്. അതൊന്നും ഗൾഫത്തെ സാധനങ്ങൾക്ക് പകരമായില്ലല്ലോ. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു ഇക്ക. സത്യമായിട്ടും ഗൾഫിൽ പോയിട്ട് എൻ്റെ മക്കളെ പേരിലൊരു കാർഗോ വേണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ അറബിച്ചി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയധികം. മോനെ മോനെ കുഞ്ഞോനെ, നേരെ അതാ പെങ്ങൾ വിളിക്കുന്നു. ഇത്ത എന്ന് ഞാൻ പോട്ടെ, എൻ്റെ കുട്ടി പോവല്ലേ, ചോറ് കഴിച്ചിട്ട് പോവാം.
കാരണം ഇന്ന് നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിന്നെ പൊങ്കാലയിടും, ഉറപ്പാണ്. നിന്നെ നന്നായിട്ട് ചീത്ത പറയും. ഇത്താൻ്റെ കുട്ടി ചോറ് കഴിച്ചിട്ട് പോകാം കേട്ടോ, അല്ല ഇവിടെ നിന്നോളി. എന്നാൽ അവിടെയുള്ള ഉമ്മയും ഉപ്പയും മോനെ പൊന്നു മോനെ ഇവിടെ നിന്നൂടെ, 2 ദിവസമൊക്കെ ഇവിടെ നിന്നൂടെ, പെങ്ങളെടുത്ത് നിന്നൂടെ, പരം കൂട്ടി ഇങ്ങോട്ട് പോരി ഒരു ദിവസം, ഓള് നോക്കിക്കോളല്ലോ. എൻ്റെ മോള് ഞങ്ങളൊക്കെ എങ്ങനെ മട്ടത്തിൽ നോക്കണതാണ്. ഞങ്ങൾ രാവിലെ രണ്ടാളെയും കുളിപ്പിച്ച് നല്ല മട്ടത്തിൽ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ഇരുത്തി ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് തരും എൻ്റെ കുട്ടി. എങ്ങനെയാണ് നേരത്തിന് കഞ്ഞിയും ചോറും അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രൂട്ട്സ് കൊടുന്ന് തരും, എല്ലാം എൻ്റെ കുട്ടി ഞങ്ങളെ നോക്കണതാണ് ഓളെ. അതിൻ്റെ ഇടയിൽ 5 കുട്ടികളും. എൻ്റെ കുട്ടീനെ പഠിച്ചോൻ കൊയക്കൂല. പഠിച്ചോനെ അല്ലാ, ഏതായാലും എൻ്റെ പെങ്ങളുട്ടി ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് മോനെ. ആ ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. എന്നാൽ ഷാമിൽ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ദുആ ചെയ്യട്ടോ, നിങ്ങളെ ദുആ മാത്രം മതി, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ എത്തിച്ചു തരുന്നതാണ് മോനെ. ഇതന്നെ എമ്പാടും സന്തോഷമായി പൊന്നു മോനെ. ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ സമാധാനമില്ല. റബ്ബെ വീട്ടിലേക്ക് പോകണമല്ലോ, വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നതായിരുന്നു ഷാമിലിൻ്റെ ചിന്തകൾ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.